തളിപ്പറമ്പിൽ വ്യാജരേഖ ചമച്ച് 400 കോടിയുടെ വസ്തു തട്ടിയെടുത്ത സംഭവത്തിൽ റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാറെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന് സംശയം. മരിച്ച ബാലകൃഷ്ണന്റെ ആന്തരിക അവയവങ്ങളെല്ലാം തകരാറിലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കണ്ണൂരിലെ പ്രമുഖ മഹിളാ കോൺഗ്രസ് നേതാവായ അഭിഭാഷക ശൈലജയും ഭർത്താവും ചേർന്നാണ് വ്യാജരേഖ ചമച്ച് വസ്തു തട്ടിയെടുത്തത്. വിവരങ്ങളുമായി ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരുപക്ഷെ ഏറ്റവും പുതുതായി വന്നിരിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമായി ഉള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സൗമ്യ, കണ്ണൂർ തളിപ്പറമ്പിലാണ് സംഭവം നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ബാലകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇത് ദുരൂഹമായ മരണമാണ് എന്നുള്ളതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ട. ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. അതിലേക്ക് തന്നെ എത്താം. വളരെ വേഗം വളരെ നിർണായകമായ സംഭവങ്ങളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. വ്യാജരേഖ ചമച്ച് 400 കോടിയുടെ വസ്തു തട്ടിയെടുത്ത സംഭവത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. കണ്ണൂരിലെ സഹകരണ ഡെപ്യൂട്ടി രജിസ്ട്രായ പി ബാലകൃഷ്ണന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനായാണ് വലിയ രീതിയിലുള്ള സിനിമാ കഥയെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഗൂഢാലോചന നടന്നത്. അതിന്റെ തെളിവുകൾ എന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഈ സംശയത്തിന്റെ ബലം വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത്. തളിപ്പറമ്പിൽ വ്യാജരേഖ ചമച്ച് 400 കോടിയുടെ വസ്തു തട്ടിയെടുത്ത സംഭവത്തിൽ റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാറെ കൊലപ്പെടുത്തിയത് തന്നെയെന്ന് സംശയം. മരിച്ച ബാലകൃഷ്ണന്റെ ആന്തരിക അവയവങ്ങളെല്ലാം തകരാറിലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കണ്ണൂരിലെ പ്രമുഖ മഹിളാ കോൺഗ്രസ് നേതാവായ അഭിഭാഷക ശൈലജയും ഭർത്താവും ചേർന്നാണ് വ്യാജരേഖ ചമച്ച വസ്തു തട്ടിയെടുത്തത്. ജോഷ്ല ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ജോഷ്ല, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സംശയങ്ങൾ കൂടുതലായി ഈ സംഭവങ്ങളിലേക്ക് അഡോൺ ചെയ്യപ്പെടുകയാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിഷയത്തിലുമുള്ളത്. എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ്? ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി ഉള്ള വിവരങ്ങളും. സൗമ്യ, ഇതുമായി ബന്ധപ്പെട്ട ഈ മരണവുമായി ബന്ധപ്പെട്ട് സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നാണ് കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ തളിപ്പറമ്പിൽ ഈ സ്വത്ത് തട്ടിയെടുക്കലുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ മത്സരിച്ചിരുന്ന മഹിളാ കോൺഗ്രസിന്റെ നേതാവും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയുമായിരുന്ന അഭിഭാഷക സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇദ്ദേഹത്തെ സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറായിരുന്ന ബാലകൃഷ്ണന്റെ മരണം 2011 സെപ്റ്റംബർ 13 ഇദ്ദേഹത്തിന് 400 കോടിയിലധികം രൂപയുടെ വരുമാനമുള്ള സ്വത്തുക്കളടക്കം ഉണ്ടായിരുന്നു എന്നാണ് കൃത്യമായ കണക്കുകൾ. അതേസമയം ഇദ്ദേഹത്തിന്റെ സ്വത്തുകൾ വിഭജിക്കണം എന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ ബന്ധുക്കൾ കോടതിയിൽ പരാതി നൽകിയിരുന്നു. കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വത്തുക്കൾ വിഭജിക്കണമെന്ന ഉത്തരവും നൽകിയിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ സഹോദരൻ രമേശൻ എന്ന് പറയുന്ന ഇളയ സഹോദരൻ ഈ ഉത്തരവ് മരവിപ്പിക്കാനായി പയ്യന്നൂരിലെ തളിപ്പറമ്പിലെ VK രവീന്ദ്രൻ എന്ന വക്കീലിനെ അഭിഭാഷകനെ സമീപിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജൂനിയർ അഭിഭാഷകയാണ് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ശൈലജ, മഹിളാ കോൺഗ്രസിന്റെ നേതാവ് കൂടിയായ ശൈലജ. അദ്ദേഹത്തിന്റെ ജൂനിയർ വക്കീലാണ്. ഇദ്ദേഹം ഇവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയായിരുന്നു. അതേസമയം തന്നെ ഈ ബാലകൃഷ്ണന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പലപ്പോഴായി ഇവർ കൈവശപ്പെടുത്തുകയും ഈ കേസിന്റെ പേരിൽ തന്നെ ബ്ലാങ്ക് സ്റ്റാമ്പ് പേപ്പർ ഒപ്പിടുവിച്ചു എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഈ വക്കീൽ പിന്നീട് ഇത്തരത്തിൽ ഒരു രേഖകളും തിരിച്ചു നൽകിയില്ല. അതേസമയം തന്നെ പിന്നീട് ഇവരെ കാണാനെത്തിയ ബാലകൃഷ്ണന്റെ സഹോദരനെ ഓഫീസിൽ നിന്നും അടിച്ചിറക്കുന്ന അഭിഭാഷകയും ഭർത്താവും ചേർന്ന് അടിച്ചിറക്കുന്ന പ്രശ്നങ്ങൾ പോലും ഉണ്ടായി എന്നാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി കൺവീനർ നമ്മളോട് പങ്കുവെച്ച കാര്യം. കൃത്യമായും സ്വത്ത് തട്ടിയെടുക്കാനുള്ള പുറപ്പാടായിരുന്നു. പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് ബാലകൃഷ്ണൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അവിടെ വെച്ച് പവർ ഓഫ് അറ്റോർണി തന്റെയും ഭർത്താവിന്റെയും പേരിലേക്ക് മാറ്റാനുമുള്ള ശ്രമങ്ങൾ ശൈലജ നടത്തിയെന്നും ഇവർ ആരോപിക്കുന്നു. മാത്രമല്ല അവിടെ നിന്നും ഇത് നടക്കാതിരുന്നപ്പോൾ അദ്ദേഹം നിഷേധിച്ചപ്പോൾ അദ്ദേഹത്തെ ഡിസ്ചാർജ് വാങ്ങിച്ചുകൊണ്ട്
കൂടുതൽ ചികിത്സയ്ക്ക് എന്ന പേരിൽ കണ്ണൂരിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ പാതി വഴി കൊടുങ്ങല്ലൂരിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ മരിച്ച അവസ്ഥയിലാണ് ഇദ്ദേഹത്തെ കൊടുങ്ങല്ലൂരിൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നതാണ് പിന്നീട് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും അറിയാൻ കഴിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അൺനാച്ചുറൽ ഡെത്ത് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തണം എന്നും അതിൽ ഗുരുതരമായ പിഴവുകളുണ്ട് എന്നും അതിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നും അന്ന് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നീട് ഷൊർണൂർ ശാന്തി കവാടം ശ്മശാനത്തിൽ ഇദ്ദേഹത്തിന്റെ സംസ്കരിക്കുകയായിരുന്നു. മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ വല്യമ്മയുടെ മകൻ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് എന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ബാലകൃഷ്ണന്റെ മരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. സൗമ്യ. ജോഷ്ല, ഒരുപക്ഷെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽക്കേ തന്നെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിന്റെ ഒരു വലിയൊരു ഗൂഢാലോചന അത് വ്യക്തമാകാവുന്നതായില്ലേ? ഒരുപക്ഷെ ബാലകൃഷ്ണനുമായി ഒരു അടുപ്പം സ്ഥാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ തൊട്ട് വളരെ പ്ലാൻഡായി ഉള്ളൊരു നീക്കം ഒടുവിൽ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തി എന്നൊരു പക്ഷേ ഇത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങനെ വളരെ ആദ്യം മുതൽക്കേ തന്നെ ശൈലജയും ഭർത്താവും ചേർന്ന് ആദ്യം മുതൽക്കേ തന്നെ ഈ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? കൃത്യമായും സൗമ്യ, ബാലകൃഷ്ണന്റെ സഹോദരൻ രമേശൻ അല്പം മാനസിക രോഗമുള്ള ആളായിരുന്നു എന്നാണ് വ്യക്തമാകുന്ന കാര്യം. ഇദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തി എവിടെയൊക്കെയാണ് ബാലകൃഷ്ണന്റെ സ്വത്തുക്കൾ ഉള്ളത് എന്നുള്ള കാര്യം കൃത്യമായും പഠിച്ചെടുക്കുകയായിരുന്നു ആദ്യം അഭിഭാഷകൻ ചെയ്തത്. അതിനുശേഷം എങ്ങനെ ഇത് കൈക്കലാക്കാം എന്നുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൃത്യമായി ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അവർ പറഞ്ഞ ഒരു കാര്യം, മരങ്ങളടക്കം പിന്നീട് ബാലകൃഷ്ണന്റെ സ്വത്തിലുണ്ടായിരുന്ന വൻ വിലയുള്ള മരങ്ങളടക്കം മുറിച്ചു മാറ്റി ഈ അഭിഭാഷകയും ഭർത്താവും എന്നാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഇത് മുറിക്കാനുള്ള അനുവാദം കൊടുത്തുകൊണ്ടുള്ള വ്യാജരേഖ ഇവർ ചമച്ചിരുന്നു. അത് രമേശിനെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ തങ്ങൾക്ക് മരം വിറ്റു എന്നുള്ള രീതിയിലുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കിയതെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള വ്യാജരേഖകളുടെ അടക്കം സർട്ടിഫിക്കറ്റുകൾ പയ്യന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇവർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതിനു ശേഷം പരാതി നൽകിയായിരുന്നു. പയ്യന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബാലകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണത്തിന് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോഷ്ല, ഇവിടെ പോലീസിന് മുൻപിൽ ഇപ്പോൾ തെളിവെന്നോണം തന്നെ അല്ലെങ്കിൽ കുറെ സ്ഥിരീകരണത്തോടൊപ്പം ലഭിച്ചിട്ടുള്ള വിഷയങ്ങൾ എങ്ങനെയാണ്? പോലീസ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? സൗമ്യ, പോലീസ് ഇത്തരം തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. ഇനിയുള്ള കാര്യം ഇതിൽ സ്ഥിരീകരണം വരുത്തുക എന്നുള്ളതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട പ്രതികളെ അഭിഭാഷകരെ അടക്കം 4 പേരാണ് പ്രതികളായി ചേർത്തിരിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പിൽ വ്യാജരേഖ ഉണ്ടാക്കി എന്നുള്ള പേരിൽ 2 സർക്കാർ ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 4 പേരാണ് അഭിഭാഷക, അവരുടെ ഭർത്താവ്, അവരുടെ സഹോദരി എന്നിവരാണ് പ്രതികളായി ഇതിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇവരൊരു സാമൂഹ്യ പ്രവർത്തകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അഭിഭാഷക മാത്രമല്ല, അഭിഭാഷകയ്ക്കപ്പുറം മഹിളാ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ പയ്യന്നൂര് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ആളാണ് ഈ അഭിഭാഷക. ഇവരും ഭർത്താവും ചേർന്നാണ് തങ്ങളുടെ അടുത്ത് പരാതിയുമായി വന്ന കേസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് വന്ന ഒരാളെ ഇത്തരത്തിൽ വഞ്ചിക്കുന്നത്. അയാൾ മുഖാന്തരം കൃത്യമായ സ്വത്ത് ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് അവിടെ എത്തി വ്യാജരേഖ ചമച്ചുകൊണ്ട് ആ സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഈ വ്യാജരേഖ ചമക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസിന് കിട്ടിയിട്ടുള്ള സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ള തെളിവുകളൊക്കെ എങ്ങനെയാണ്? സ്വാമി, ഇതുമായി ബന്ധപ്പെട്ട് 2 സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, വില്ലേജ് ഓഫീസർക്കും അതുപോലെ തന്നെ തഹസിൽദാർക്കും പങ്കുണ്ട് എന്നുള്ള സൂചന കൃത്യമായും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പ്രതിപട്ടികയിൽ ചേർത്തിട്ടുള്ളതും. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. എന്തായാലും ഇദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായും ഒരു നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. സൗമ്യ. ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്.